ഹലോ ഗെയ്സ്, നമസ്കാരം. സന്തോഷാണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. നമ്മളെല്ലാ ദിവസവും മീനിനെ പിടിക്കാനല്ലേ പോവാറ്. ഇന്ന് നമ്മൾ നേരെ തിരിച്ച പരിപാടി കേട്ടോ. ഇന്ന് ഇവർക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നാൽ കണ്ടിനാ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. നല്ല രസമായിട്ടോ നിങ്ങൾ തിന്നുന്ന. ഇങ്ങനെ നമ്മുടെ കയ്യിൽ തീറ്റ ഉണ്ടെങ്കിൽ സമയം പോകുന്ന അറിയില്ല കേട്ടോ. പിടിക്കുന്നതിനേക്കാളും എനിക്ക് ഹരം കേട്ടോ ഇറ്റൊക്കെ ഇങ്ങനെ തീറ്റ കൊടുക്കുന്നത്. ഇതാണ്ട പല ടൈപ്പ് മീനുകളുണ്ട് കേട്ടോ. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷം? രാവിലെ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? സുഖമായിട്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളും വലുതുങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഒരുപാട് വലുതുങ്ങളൊന്നുമില്ല, ഒരു മീഡിയം ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കാത്തു നിൽക്കും. ഈ ഏകദേശം ഒരു 8-8:30 ആകുമ്പോഴത്തേനും, ആ സമയത്തൊക്കെ ആകുമ്പോഴത്തേനും നമ്മളിങ്ങനെ കാത്തു നിൽക്കും കേട്ടോ. നമ്മൾ തീറ്റയുമായിട്ട് കറക്റ്റായിട്ട് ജോലിക്കാരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് തീറ്റ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യും. എങ്ങനെയുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെട്ടോ? പറയൂ. ദൂരേന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ ആൾക്കാർ. പക്ഷെ നമുക്ക് ഇത്രയും കൊടുക്കാൻ എൻ്റെ കയ്യിൽ തീറ്റ കുറവാട്ടോ. ഇന്ന് വാങ്ങണത്രേ, വാങ്ങിയത് തീർന്നു കേട്ടോ. അപ്പോൾ ഉള്ളതിങ്ങനെ കുറേശ്ശെ കൊടുക്കുക. എല്ലാവർക്കും കിട്ടുന്നില്ല എന്നൊരു പരാതി വരാനുള്ള ചാൻസ് ഉണ്ട്. അവർക്ക് പറയാൻ പറ്റുമെങ്കിൽ അവരെന്നോട് എനിക്ക് കിട്ടിയില്ല എന്ന് പറയേണ്ടതാണ് കേട്ടോ. ഇതൊരാവേശം നോക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുമ്പോൾ. ഞാൻ എവിടെയോ കഴിഞ്ഞിടയ്ക്ക് ഈ നമ്മുടെ പാലസ്തീൻ ഇവർ യുദ്ധം ഉണ്ടായ സമയത്തെ ആ മക്കൾ ദയനീയമായിട്ട് നോക്കുന്ന ഒരു രംഗം അല്ലേ. ഭക്ഷണത്തിൻ്റെ ക്യൂവിൽ നിന്നിട്ട്. ഭക്ഷണത്തിൻ്റെ വില എവിടെയാണെങ്കിലും വലുതാട്ടോ. ഏത് ജീവനാണെങ്കിലും ഭക്ഷണത്തിൻ്റെ വില അത് വേറെ തന്നെ കേട്ടോ. വിശക്കുന്നതുകൊണ്ടല്ലേ ഇങ്ങനെ വന്നിട്ട് നമ്മളടുത്ത് വന്നിട്ട് ഇങ്ങനെ. ഇതിനകത്തെ ജീവിതമല്ലേ, ഈ കുളത്തിലുള്ള ജീവിതമല്ലേ അല്ലേ. ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ. നിങ്ങളങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുക്കളെ പിടിച്ച് ഞാൻ ഇതിനകത്ത് നിന്ന് മീൻ പിടിച്ച് ഞാനത് മുറിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഫീല് വന്നു കേട്ടോ. കാര്യമില്ല എങ്കിലും പറയുക. അപ്പോൾ നമ്മൾ പ്രായശ്ചിത്തമായിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ തീറ്റ കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. പിന്നെ വേറെന്താ വിശേഷം? പറയൂ ഗൈസ്. നല്ല രസമില്ലേ കുഞ്ഞുങ്ങളെ കാണുന്നില്ലേ നിങ്ങൾക്ക്? എൻ്റെ കയ്യിൽ ക്യാമറ പിടിച്ചേക്കുന്ന ഇതിങ്ങനെ ചലിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഓൾ ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു പ്രഭാതം നേരുന്നു. അടുത്ത വർഷം എല്ലാവർക്കും നല്ലതാകട്ടെ. മോശമായ അന്തരീക്ഷം ഒന്നും നമ്മുടെ ലോകത്തെവിടെയും മോശമായ ഒരവസ്ഥയും വരാതിരിക്കട്ടെ. ജനാധിപത്യം സംരക്ഷിക്കപ്പെടട്ടെ. മതേതരത്വം കാത്തു സൂക്ഷിക്കട്ടെ. എല്ലാ രാഷ്ട്രീയ മതമേഖലയിലുള്ള എല്ലാവരും അവരുടേതായ പണിയെടുത്ത് പോകട്ടെ. രണ്ടും കൂടെ മിക്സ് ആകാണ്ട് പോകട്ടെ. അതൊക്കെയാണ് എനിക്ക് ഈ പുതുവർഷത്തിൽ പറയാനുള്ളത് കേട്ടോ. രണ്ടും കൂടെ മിക്സ് ആകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ അരാജകത്വം ഉണ്ടാകുന്നത്. ഓരോരുത്തരും അവരുടേതായ പണിയെടുക്കട്ടെ. ഓക്കെ, ബൈ. ഓൾ
ബൈ ബൈ.